ഹായ്, ഞാൻ അനൂപ് കെ കൺസൾട്ടന്റ് ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളുടെ ബിഹേവിയർ, അതായത് പ്രിവിലേജോട് കൂടി ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന ബിഹേവിയർ പ്രോബ്ലംസും ആ ബിഹേവിയറെ പറ്റിയാണ്. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ലത് രണ്ട് കാലഘട്ടത്തെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്തിട്ട് പറയാം. നമുക്ക് 90കളിലെ കാലഘട്ടം, അതായത് നമ്മളൊക്കെ വളർന്ന കാലഘട്ടം, അല്ലെങ്കിൽ അതിന് മുൻപുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് വലിയ പ്രിവിലേജോട് ഒന്നുമല്ല നമ്മൾ വളർന്നത്. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നമുക്ക് അപ്പം കിട്ടിയില്ല എന്ന് വരും. നമ്മൾ മോഹിച്ച കാര്യങ്ങളൊന്നും ചിലപ്പോൾ നടന്നില്ല എന്ന് വരും. അതേപോലെ നമ്മുടെ പല ബേസിക് നീഡ് മാത്രമേ നമുക്ക് ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആയി കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്തെ കുട്ടികൾ അങ്ങനെയല്ല കേട്ടോ. അവർക്ക് വിചാരിച്ച കാര്യങ്ങൾ അപ്പം കിട്ടുന്നു. അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ മുൻപ് അത് ചിലപ്പോൾ സാധിച്ചു കിട്ടുന്നു. ഒരുപാട് ഗിഫ്റ്റുകളും ഒരുപാട് പ്രിവിലേജുകളോട് കൂടി ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുമ്പോഴേ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില വീഴ്ചകൾ ഉണ്ടാവും ജീവിതത്തിൽ. എല്ലായ്പ്പോഴും നമുക്ക് സക്സസ് ഉണ്ടാവണമെന്നില്ല, എല്ലായ്പ്പോഴും അവർ ആഗ്രഹിച്ച കാര്യം കിട്ടണം എന്നില്ല. സൊസൈറ്റി ഒരിക്കലും പ്രിവിലേജോട് കൂടി അവരെ നോക്കണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരു തളർന്നു പോകും, അല്ലെങ്കിൽ മാനസികമായിട്ട് ഇവർ ഡൗൺ ആവുകയും അവർക്ക് മറ്റു ബിഹേവിയർ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ചിലപ്പോൾ അവർ ആത്മഹത്യ പ്രവണതകൾ കാണിക്കാം, ചിലപ്പോൾ മറ്റു സോഷ്യൽ പ്രോബ്ലംസ് കാണിക്കാം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അവർ കാണിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, കുട്ടികളെ വളർത്തുമ്പോൾ മാക്സിമം പ്രിവിലേജോട് കൂടി വളർത്താതിരിക്കുക. അവർ സാധാരണ രീതിയിൽ അവർ വളരാനായിട്ട് ശ്രമിക്കുക. എല്ലാ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെട്ട് പെരുമാറാനും പൊരുത്തപ്പെട്ട് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കാനായിട്ട് നമ്മൾ അവരെ പ്രാപ്തനാക്കുക. അപ്പോൾ എവിടെയും അവർ തോറ്റു പോകാതെ ഏത് സാഹചര്യത്തിലും ഫൈറ്റ് ചെയ്ത് കയറി വരാനുള്ള ഒരു എനർജി അവരിലുണ്ടാവും, ഒരു എബിലിറ്റി അവരിലുണ്ടാവും. അത് നമ്മൾ പാരന്റ്സ് അത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതേപോലെ നമ്മൾ കുട്ടികളെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ കുട്ടികളിൽ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. ഓക്കെ.